ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഞാൻ എൻ്റെ സ്ഥലം പോയി ഗൈസ്. അപ്പോൾ ഉള്ള സ്ഥലം വെച്ചിട്ട് ഞാനിപ്പോൾ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാണ്. അപ്പോൾ രാവിലെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടീ കുടിക്കാൻ വിചാരിക്കുക. നോട്ട് ടീ ഗൈസ്, ഇറ്റ് ഈസ് എ സ്കിൻ കെയർ സംഭവമാണ്, ഒരു വെറൈറ്റി സാധനമാണ്. ആദ്യം തന്നെ നമുക്ക് ഹെയർ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഹെയർ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചു ഗൈസ്. അപ്പോൾ കെട്ടി വയ്ക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് നമുക്കൊരു ഭംഗിയൊക്കെ അല്ലെങ്കിൽ ഒരു ഷോഫിന് ഞാൻ സാധനം ഇട്ടു. എന്നിട്ട് നമുക്കിപ്പോൾ ഉണ്ട് പിമ്പിൾ കാണിച്ചു നോക്കാം. ഒരു വലിയൊരു ആനക്കുട്ടി പിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കാർമസയുടെ പിമ്പിൾ പാരച്ചാണ് വെച്ചേക്കുന്നത്. ഞാൻ നൈറ്റ് മൊത്തം വെച്ചു കണ്ട അത് ചെറിയ ഡോട്ടാണ് നടുക്കിൽ. അതിൻ്റെ ഉള്ളത്തെ ഫ്ലൂയിഡ് മൊത്തം ഇറങ്ങി വന്നേക്കാട്ടെ. നല്ലതാട്ടെ, എനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലത് തന്നെ ആട്ടെ. എനിക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് 24 പാച്ചസാണുള്ളത്. 269 റുപ്പീസ് ഉള്ളത്. സെറ്റാഫിൽ ക്ലെൻസർ യൂസ് ചെയ്തുകൊണ്ട് ഡീപ്പ് ക്ലെൻസിങ് ചെയ്തു ഗൈസ് മോർണിംഗ് തന്നെ. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ബ്ലൂമായിട്ടുണ്ട്, കാരണം രാവിലെ നീച്ചുകൊണ്ടേ. അപ്പോൾ നമുക്ക് ഐസ് റോളും ചെയ്യണം. അപ്പോൾ ഞാനൊരു വെറൈറ്റി ഐസ് റോളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഐസ് റോള്. അപ്പോൾ ഇത് വെച്ചിട്ട് ഫേസ് മൊത്തത്തിലൊന്ന് റബ്ബ് ചെയ്തെടുക്കുകയാണ്. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ ബാക്ടീരിയ ഫേസിലുണ്ടെങ്കിൽ അത് റിമൂവ് ആകാനും അതുപോലെ തന്നെ ഡാർക്കായുള്ള സ്പോട്ട് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആക്കാനും ഹെൽപ്ഫുള്ളാണ് സംഭവം. ബിക്കോസിൽ ഹണി ഉണ്ട്, അതുപോലെ തന്നെ നമുക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിൽ. ടെർമറിക് ഉണ്ട്, നാരങ്ങ നീര് വെള്ളം മിക്സ് ചെയ്തിട്ട് സംഭവമാണ്. എന്നിട്ട് ഫേസ് മൊത്തം അപ്ലൈ ചെയ്തിട്ട് 1 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാഷപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കണ്ടോ, ജസ്റ്റ് 1 മിനിറ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒപ്പിയെടുക്കുക. ഞാനിപ്പോൾ തുണി വെച്ച് ഒപ്പിയതിന് ശേഷം ഞാൻ ടിഷ്യൂ യൂസ് ചെയ്യുന്നത്. ടിഷ്യൂ ആണ് മെയിൻലി യൂസ് ചെയ്യാൻ നല്ലത്, കാരണം സ്കിൻ ഭയങ്കര ഇറിറ്റേറ്റാവില്ല. അപ്പോൾ ടിഷ്യൂ വെച്ചിട്ട് നല്ലതുപോലെ ഒപ്പിയെടുത്ത് കഴിഞ്ഞാൽ സ്കിൻ ഡ്രൈ ആയിട്ട് കിട്ടും. ദെൻ വി യൂസ് ഈ മോയ്സ്ചറൈസർ, ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. അപ്പോൾ ഞാൻ ട്രീയുടെ മോയ്സ്ചറൈസർ മമ്മാർത്തിൻ്റെ മോയ്സ്ചറൈസർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ സൺസ്ക്രീൻ തീരെ ഇഷ്ടമല്ല. അതെനിക്ക് വേഴ്സിലൊക്കെ തോന്നിയിട്ടുണ്ട്. സൺസ്ക്രീൻ തീരെ ഇഷ്ടമില്ല, പക്ഷേ മാത്രം മോയ്സ്ചറൈസർ നല്ലതാട്ടാ. അതുപോലെ തന്നെ ഞാൻ മേടിച്ചതാണ് ഐലൈനറും. എനിക്ക് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കണ്ണും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. ബാക്കിയുള്ള ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ നീറൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ ഈ ഐലൈനർ നല്ല ഐലൈനർ ആട്ടാ. ഇട്ട പോലെ തോന്നുന്നില്ല, പക്ഷെ സംഭവം ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഫീൽ തോന്നാറുണ്ട്. നല്ലൊരു ഇതായിരിക്കും, നമുക്ക് മേക്കപ്പ് ഇട്ട പോലെ തോന്നുന്നു പറയില്ല, അങ്ങനത്തെ ഒരു എഫക്റ്റ് അതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ നല്ലതാണ് പറയാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അത് മേടിച്ചിട്ടില്ല, മേടിക്കണം ആഗ്രഹമുണ്ട്. എന്നിട്ട് മസാജ് ചെയ്യാൻ പോവാണ്. കാരണം എൻ്റെ മസാജ് എനിക്ക് സ്കിലറ്റനായിട്ടുള്ള ഫേസ് ഇഷ്ടം, കുറച്ചൊരു ഇതായിട്ടുള്ളത്. ബട്ട് കിട്ടില്ല, നല്ല ബോധ്യമാണ്. കാരണം എനിക്ക് ചികിള് പോലെ നല്ല കവളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടി നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നോക്കി നോക്കാൻ ആവുമെന്ന്. മസാജിങ് ചെയ്താൽ മാത്രം നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ആയാലും എന്ത് അപ്ലൈ ചെയ്താലും അബ്സോർബ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടി നല്ലതുപോലെ മസാജിങ് ആണ് മെയിൻലി ഞാൻ ചെയ്യുന്നത് സ്കിന്നും. പക്ഷേ ഓവറായിട്ട് മസാജ് ചെയ്തതിന് ഇറിറ്റേഷൻ ആവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കണ്ടു എനിക്ക് നല്ലതുപോലെ സ്കിൻ റെഡി ആയിട്ടും. ഇതാണ് ഫൈനൽ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് ഡേ.